ഇന്ന് ഈ മഞ്ഞ ചെമ്പരത്തിയുടെ പൂവ് കാണിച്ചുകൊണ്ടാണ് തുടങ്ങണത്. മഞ്ഞ ചെമ്പരത്തി വിരിഞ്ഞ് വന്നുള്ളൂ. രാവിലെയാണ് സമയം. രാവിലെ ഒന്ന് ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ആ സമയത്ത് വിരിഞ്ഞിട്ടില്ല പൂവ്. ഒന്ന് ഇതായിട്ട് വന്നുള്ളൂ. നല്ല ഭംഗിയാണ് ആ പൂവ് കാണാനായിട്ട്. അതിൻ്റെ ഞാൻ ഉച്ചക്ക് വന്നപ്പോൾ ഞാൻ കണ്ടു നല്ല വിടർന്ന് അഞ്ചതളായിട്ട് നിൽക്കണത്. അങ്ങനെ ഇത് ഡാലിയ കൊണ്ടുവന്നിട്ട് ഞാൻ നട്ടു വെച്ചാക്കണേ കേട്ടോ. അങ്ങനെ ഇന്ന് കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഓരോന്നായിട്ട് പറയാം. എന്ന് വെച്ചാൽ ഇന്ന് കുറ്റിമുല്ല നടാന്നോർത്താണ്. പിന്നെ ദേ ഇവിടെ വീട്ടിൽ കോഴിനെ വാങ്ങിച്ചത് ഈ കഴിഞ്ഞ ദിവസം മേടിച്ചോളൂ കേട്ടോ. 2 മാസമായ കോഴികളാണ്, പുള്ളിക്കോഴികളാണിത്. അങ്ങനെ തനി നാടൻ കോഴികളല്ല, എന്നാലും ഇത് അട വെക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ഏളച്ചൻ്റെ മുകളിലെ വീട്ടിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ ഇത് കണ്ടായി തീറ്റ ഇട്ട് കൊടുക്കണതാണ് കേട്ടോ അതിൽ. പിന്നെ തീറ്റ ഗ്രോവറാണ് ഇട്ട് കൊടുക്കുന്നത്. ഗ്രോവർ ഇട്ട് കൊടുക്കാനാണ് പറഞ്ഞത്. പിന്നെ അതേ കണ്ട വെള്ളം വെക്കണതിൽ അതുങ്ങൾ വെള്ളം കുടിക്കേണ്ട കേട്ടോ. നല്ലപോലെ വെള്ളം കുടിക്കേണ്ട കോഴികൾ. 10 കോഴിനെ വാങ്ങിച്ച് 10 2 പൂവനും 8 പെടയുമായിട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇളച്ചൻ്റെ മോള് ഇങ്ങനെ ഒരു ദിവസം സ്റ്റാറ്റസ് ഇട്ടപ്പോഴാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഇത് മരത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്താക്കണത് താഴത്തെ ഷീറ്റിൽ. അപ്പോൾ കട്ടൻ വീണ് കഴിഞ്ഞാൽ അതിൽ വീണ് കിടന്നോളൂല്ലോ, സ്മെല്ലുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഈ അടുത്ത ദിവസം പോയി കൊണ്ടുവന്നതാണ്. ഇളച്ചൻ്റെ മോളെ സ്റ്റാറ്റസ് ഇട്ടപ്പോഴാണ് ഞാൻ പറഞ്ഞത്, അവൾ കോഴിനെ വിരിഞ്ഞാക്കണം, സ്റ്റാറ്റസ് ഇട്ടേക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കോഴിനെ വേണമെന്ന് പറഞ്ഞങ്ങനെ. കോഴിനെ വേണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞ ദിവസം ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല. 1 മാസമായപ്പോൾ ആണ് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നത്. 1 മാസമായപ്പോൾ എനിക്ക് കൊണ്ടുവരാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അതിൻ്റെ കൂട് ശരിയായിട്ടുണ്ടായിരുന്നില്ല. കോഴിയുടെ കൂടിന് കുറച്ച് പണികൾ കൂടി ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ആട്ടും കൂടായിരുന്നത്. ഞങ്ങൾ കുറേ നാളായി ഓർക്കണത് ആട്ടും കൂട്ടിൽ ഒരു കോഴിനെ മേടിച്ചിറണമെന്ന്. അങ്ങനെ എന്ന് വെച്ചാൽ കീരികളൊക്കെ വരുമല്ലോ. കീരികളൊക്കെ വരുമ്പോൾ ഈ കുഞ്ഞുങ്ങളവ പിടിച്ചുകൊണ്ട് പോയി. ചെറിയ ഗ്രില്ലായിരിക്കണം അതിന്. അങ്ങനെ എന്നാലും അത്ര നമുക്ക് അതിനെ വളർത്താൻ പറ്റുള്ളൂ. ഇതേ പിന്നെ ഞാൻ ഇന്ന് കുറ്റിമുല്ലയാണ് പറഞ്ഞത്. കുറ്റിമുല്ല എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വിശേഷമൊന്നും പറയാനില്ലല്ലോ. എന്ന് വെച്ചാൽ അന്ന് നട്ടതൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി നടാന്നോർത്ത്. എന്ന് വെച്ചാൽ നല്ല സ്മെല്ലുണ്ട്. ഇവിടെ നിൽക്കണ കാരണം അതിന് അധികം പൂവില്ലാത്തത്, വെയിലില്ലാത്ത കാരണം. വെയിലാകുമ്പോൾ പൂവുണ്ടായിക്കോളും. അങ്ങനെ ഓർത്താണ് ഞാൻ ഇത് നടാമെന്ന് വിചാരിക്കുന്നത്. അന്ന് നട്ടത് പിടിച്ചിട്ടുണ്ടല്ലോ, മഴക്കാലമാണല്ലോ, പിടിക്കുകയും ചെയ്യും. അപ്പോൾ കോഴിയുടെ വിശേഷം എന്ന് വെച്ചാൽ പിന്നെ ചേട്ടൻ എൻ്റെ വെക്കേഷനായിരുന്നു. അപ്പോൾ വെക്കേഷനായപ്പോൾ ചേട്ടനത് പയ്യെ ഇരുന്നുകൊണ്ട് ഓരോ പണികൾ ആൾ തന്നെയാണ് ചെയ്ത് തീർത്തിട്ടത്. ഗ്രില്ലൊക്കെ വെച്ച്, പിന്നെ തീറ്റപ്പാത്രം വെച്ച്, അങ്ങനെ ഒരു ചെറിയ 2 ഡോർ ഉണ്ടാക്കി വെച്ച്, അങ്ങനെ ആൾ സാവധാന പണികൾ തീർത്ത് അങ്ങനെ ഒരുവിധം വൃത്തിയായിട്ടുണ്ട് ഇപ്പം. എന്നുവെച്ചാൽ നമ്മുടെ ആട്ടും കൂടി വെറുതെ കിടക്കുകയല്ല, പിന്നെ അതെന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഇതിനാണ് അങ്ങനെ ചെയ്ത് വെച്ചേക്കണത്. പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഒരു ഡാലിയുടെ കൊമ്പ് കിട്ടിയെന്ന് പറഞ്ഞത്. ആ ഡാലിയുടെ കൊമ്പ് നമ്മുടെ അടുത്ത കടയിലെ ബേക്കറിയിലെ ചേച്ചി കൊണ്ടുപോയി തന്നതാണ്. ആ ചേച്ചി പക്ഷേ രാവിലെ വീട്ടിൽ നിന്ന് എടുത്തിട്ടേ വൈകുന്നേരം ഇപ്പോഴാണ് കൊണ്ടുപോയി തന്നത്. ഇത് കണ്ട ചെത്തിമ പൂവുണ്ടായേക്കണത്. നല്ല ഭംഗിയുണ്ട് ചെത്തിപ്പൂ കാണാനായിട്ട്. അത് രാവിലെ ആ ചേച്ചി എടുത്തിട്ടേ ഡാലിയുടെ കൊമ്പ് ഞാൻ കുറേ ദിവസമായി ആ ചേച്ചിനോട് ചോദിക്കുന്നത്. അപ്പോൾ രാവിലെ എടുത്ത് വെച്ചിട്ട് ആൾ എനിക്ക് തരാനായിട്ട് മറന്നുപോയി. എന്നിട്ട് വൈകുന്നേരമാണ് തന്നത്. ഞാൻ തന്നപ്പോൾ തന്നെ നട്ട് വെച്ച്. എന്നാലും പിന്നെ ഞാൻ ആ ചേച്ചിനോട് ഞാൻ ചെന്ന് പറഞ്ഞു, ചേച്ചി പിടിക്കൂലെന്ന് തോന്നുന്നു ചേച്ചി എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ കാലത്ത് തന്നതല്ലേ. അപ്പോൾ ആ ചേച്ചി പറഞ്ഞ് അത് വെള്ളത്തിലിട്ട് വെച്ചാൽ മതിയായിരുന്നെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കറിയില്ലായിരുന്നു വെള്ളത്തിലിട്ട് വെക്കണമെന്നുള്ള കാര്യം. എന്നിട്ട് പക്ഷേ ഇപ്പം മഴയുള്ള കാരണം അതൊന്ന് എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഇലകളൊന്നും എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം അതിന് ഡാലിയ പിടിക്കായിരിക്കും. ഇങ്ങനെ ഒരു കുറേ നാളെ ഓർക്കണം. ഒരു ഡാലിയ നമുക്ക് പലയിടത്ത് ഞാൻ അന്വേഷിച്ചു, പക്ഷേ ഡാലിയ ഇങ്ങനെ കിട്ടാനില്ല. ഇപ്പം എങ്ങുമില്ലല്ലോ ഡാലിയ. വല്ല ഇടുക്കിയിലൊക്കെ മാത്രം കാണുള്ളൂ. നമുക്ക് നട്ടാലും പൂവുണ്ടാവുമെന്നറിയില്ല. ആ ചേച്ചിയുടെ വീട്ടിലും ഇപ്പം പൂവില്ലെന്ന് പറയണ്ടായിരുന്നു. മഴ പിടിച്ചിട്ടാണെന്ന് പറഞ്ഞുകൂടാ. ഇങ്ങനെ വലിയ തണ്ടായിട്ട് നിൽക്കുകയായിരുന്നു ഡാലിയ, പക്ഷേ പൂവുണ്ടാവണില്ല എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അത് ഈ കുറ്റിമുല്ല എന്ന് പറഞ്ഞത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ലല്ലോ. എപ്പോഴും നടണ പോലെ തന്നെ നമുക്ക് ചേട്ടൻ അന്ന് കവറില്ലാത്ത കാരണം ഞാൻ കൂടുതലും
വെക്കാതിരുന്നത്. പിന്നെ ചേട്ടൻ ഇത് ഒരു തൂക്കി വാങ്ങിച്ചാണ്ട ഈ കവറ്, അധികം കാശില്ല ഈ കവറിന്, 20 രൂപയുടെ ആയിട്ടുള്ളതെന്നു. അധികം കവറുണ്ട്, ഞാനതിൽ കുറച്ച് കവർ മാത്രമേ എടുത്തുള്ളൂ. എന്നിട്ട് ഇത് വളമുള്ള മണ്ണാണിത്, അതിൽ തന്നെയാണ് നട്ട് വെക്കണത്. പിന്നെ എന്ന് വെച്ചാൽ ഇതിൽ ഞാൻ കൊമ്പുകൾ അറിയാലോ, രണ്ടറ്റവും ഒന്ന് മുറിച്ച് കൊടുക്കണം, രണ്ടറ്റം ചരിച്ച് മുറിച്ചിട്ട് വേണം നമുക്കിതിൽ കുത്തി കൊടുക്കാനായിട്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ ആ ചെത്തിമ പൂവുണ്ടായിക്കുന്നുണ്ടല്ലേ, ഞാൻ പറയില്ലേ മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ ചെത്തിയമ്മ ഇഷ്ടം പോലെ പൂവുണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതിന് പ്രത്യേകിച്ച് വളമൊന്നും ചെയ്തിട്ടില്ല. ഫ്രണ്ടിൽ കാണിച്ച ചെത്തിപ്പൂവേ കൊല പോലെ നിൽക്കണത്, മൊത്തം പൂ വിരിഞ്ഞിട്ടില്ല. അതിൽ മൊത്തം പൂ വിരിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇത്. പക്ഷേ ഈ നമുക്ക് അശോക ചെത്തിയുടെ വലിയ കൊലയില പൂവില്ലേ, അതുപോലെ പൂവുണ്ടായി നിൽക്കുന്നുണ്ട്. അത് നട്ടപ്പോൾ തന്നെ അത് നല്ല ഒരു ഉഷാറായിട്ടാണ് കേട്ടോ ആ ചെടി വന്നത്, ഈ ചെത്തിപ്പൂവേ ചിത്ര ചെടി വന്നത്. അത് പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ കൂമ്പൊക്കെ നുള്ളി കൊടുത്തിട്ട് അതിന് നല്ല ശിഖരങ്ങളൊക്കെ വന്ന് ഒരുവിധം ആരോഗ്യത്തിൽ നിന്ന്. അതിനൊപ്പം നിന്ന ചെടികളൊക്കെ വേറെ ഒരു നല്ല ചുവന്ന റെഡ് കളർ ചെത്തിയുണ്ടല്ലോ, അത് ഞാൻ ഈ മതിലിൻ്റെ അപ്പുറത്തോട്ട് വെച്ചിട്ട് നല്ലോണം പിടിക്കാത്താറിനെ വെച്ചിട്ട് അത് ഉപ്പുവെള്ളം വന്നപ്പോൾ പോയി, ആ ചെത്തി പോയി, ഒരു ചുവന്ന കളറിലെ ചെത്തി പോയി. പിന്നെ അശോക ചെത്തി നട്ടിട്ടുണ്ടായിരുന്ന അശോക ചെത്തിയും പോയി. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇളച്ചൻ്റെ മുകളിലെ വീട്ടിൽ കോഴിക്കുഞ്ഞിനെ വാങ്ങിക്കാൻ ചെന്നപ്പോൾ അവിടെ കുറച്ച് ചെടികളുണ്ടായിരുന്നു. ചെടികളെന്ന് വെച്ചാൽ ഈ കുഞ്ഞിച്ചെത്തിയില്ലേ, ഈ നമ്മൾ സാധാ പൂ കൊണ്ടാണ് ചെത്തി കുറ്റിയായിട്ട് നിൽക്കുന്നത്, അത് ഉണ്ടായിരുന്നു. അത് ഞാനെടുത്ത് പിന്നെ ഇതുപോലെ അവളെനിക്ക് ഓർക്കിഡ് തന്നു. ഓർക്കിഡ് ഇല്ലാത്ത കളറാണെന്ന് പറഞ്ഞ് ഇങ്ങനെ നീട്ടത്തിൽ കൊല ഉണ്ടാവുമെന്നും പറഞ്ഞാണ് തന്നത്. അത് കുറച്ച് ദിവസം നിൽക്കുമെന്ന് പറഞ്ഞു. അത് ഞാൻ വന്ന ദിവസം തന്നെ ഞാൻ നട്ടിട്ടാണ്. അതവിടെ ഒരു തെങ്ങുമ്മ വെച്ചിട്ട് ഇങ്ങനെ ആർത്ത് നിൽക്കുന്ന സംഗതി, ഇഷ്ടംപോലെ തണ്ടുകളുണ്ടതുമ്മ, നമുക്ക് വേരോട് കൂടി നിൽക്കണത്. അവരധികം ശ്രദ്ധിക്കണില്ല. ആൾക്ക് വേറെ ഒരു ഒരിടത്ത് ജോലിക്കും പോകുന്നുണ്ട്, പിന്നെ കോഴിനെ വളർത്തലുണ്ട്, പല പരിപാടികളുള്ള ആളാണ്. അപ്പോൾ നമുക്ക് ഓർക്കിഡിനെ ശ്രദ്ധിക്കാൻ പറ്റില്ലെന്നാണ് ആൾക്ക്, അതാണ് സമയമില്ല. ആൾ ഭയങ്കര ആക്റ്റീവായ ഒരാളാണ്. അങ്ങനെ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഓർക്കിഡ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ഒരു 3-4 നോട്ടേ തന്നോണ്. ഇനിയും തരാമോ, ഇപ്പോൾ ഞാൻ വേണ്ടെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് വെറുതെ കൊണ്ടുവന്ന് വെച്ചിട്ട് കാര്യമില്ലല്ലോ. എന്നിട്ട് അത് ഞാൻ വന്നപ്പോൾ തന്നെ അത് ചട്ടിയിലാക്കി നട്ട് വെച്ച്. ഞാനാണല്ലോ ഓർക്കിഡിന് വേണ്ടി നടക്കിയിരുന്നു. അത് ഒരു ചട്ടിയുടെ ഉള്ളിൽ നമുക്ക് ഓർക്കിഡ് വാങ്ങിക്കണ ഒരു ചട്ടി ഉണ്ടായിരുന്നു, അതൊന്നും കാണിച്ചില്ല കേട്ടോ. ആ ചട്ടിയിൽ ഒരു നമ്മുടെ പഴയ മടലില്ലേ, പൊതിമടൽ, പുതിയ മടൽ എടുക്കാതെ കേട്ടോ, പഴയ മടലായിരിക്കണം. പഴയ മടലിൽ അതിൻ്റെ ഉള്ളിൽ ഞാനിങ്ങനെ തേങ്ങ പോലെ ഇങ്ങനെ വെച്ചിട്ട് വിടിയിക്കാണ്ട് ഇങ്ങനെ തേങ്ങ പോലെ ഇങ്ങനെ വെച്ചിട്ട് അതിൽ കുറച്ച് ഓടും കഷ്ണം ഇട്ടിട്ടാണ് നട്ടാക്കണത്. പിന്നെ വേരോട് കൂടി കിട്ടിയേക്കണ കാരണം അത് പിടിക്കും, നമുക്ക് പിടിക്കില്ലെന്നുള്ള പേടിയുണ്ട്. ഇങ്ങനെ മുറിച്ച് നന്നാക്കണമല്ല, വേരോട് കൂടി കിട്ടിയേക്കാണ്. അങ്ങനെ അത്രയും മാർത്ത നിൽക്കുകയാണ് അവിടെ. അങ്ങനെ ഓർക്കിഡ് കിട്ടി, ചെത്തി കിട്ടി. പിന്നെ വേറെ ഒരു എന്തെങ്കിലും വിഷമൊക്കെ കയ്യിൽ പറ്റിക്കഴിഞ്ഞാൽ ഒരു ചെടി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ചെടി കിട്ടിയിട്ടുണ്ട്. നമുക്കത് ഒരു മരുന്ന് പോലത്തെ ചെടിയാണെന്ന്, അത് കിട്ടി. പിന്നെ മൈലാഞ്ചിര കൊമ്പ് കിട്ടി. എന്നുവെച്ചാൽ മൈലാഞ്ചിര കൊമ്പൊക്കെ നമുക്ക് ഈ മഴയത്താണല്ലേ പിടിക്കുള്ളൂ, അല്ലാത്ത നേരത്തൊന്നും മൈലാഞ്ചി കൊമ്പ്, ചെമ്പരത്തി, ചെത്തിയൊക്കെ പിടിക്കുന്നത് എപ്പോഴും മഴ സീസണിലായിരിക്കണം. അതാണ് ഞാൻ അതും കൊണ്ട് കുത്തി വെച്ചിട്ടുണ്ട്. ആ വേപ്പൊക്കെ നട്ടിട്ടുണ്ടല്ലോ, ആ കാട്ടിൽ കൊണ്ടാണ് വെച്ചാക്കണത്. അല്ലാണ്ട് നമുക്ക് വേറെ സ്ഥലമില്ലേ, അവിടെയാണ് ഇത്തിരി മണ്ണുള്ളത്. പിന്നെ പുഴരത്ത് മതിലിനപ്പുറത്തോട്ട് കൊണ്ട് കുത്തിക്കഴിഞ്ഞാൽ അവിടെ ഈ പറഞ്ഞിട്ട് ഉപ്പുവെള്ളം കയറുമ്പോൾ എല്ലാം പോകും. അതാണ് ഞാൻ അതൊന്നും അവിടെ കൊണ്ട് കുത്തിയില്ല, ആ വേപ്പ് വെച്ചാക്കണോടത്തൊക്കെ തന്നെ കുത്തി വെച്ച്. അങ്ങനെ കോഴിനെ കിട്ടി, കുറച്ച് ചെടികളെ കിട്ടി. ഇങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ ഇതിപ്പോൾ 8 കവറായിട്ട് എടുത്തിട്ടുണ്ട്. 8 കവറിൽ ഞാൻ 2 കൊമ്പ് വെച്ച് കുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മറ്റേത് നട്ടത് എല്ലാവരും പിടിച്ച്, അതാണ് എനിക്കൊരു ആഗ്രഹം വന്നത്, നട്ട് വെക്കാമെന്ന് വെച്ചാൽ ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഈ കുറ്റുമുല്ല കൃഷി ചെയ്യുന്നുണ്ടേ. അവരങ്ങനെ ശ്രദ്ധിക്കണമൊന്നുമില്ല, എന്നാലും അത് കണ്ടപ്പോൾ നമുക്കൊരാഗ്രഹം. കാരണം നമ്മളിത് വാങ്ങിച്ചൊന്നുമില്ലല്ലോ, നമ്മുടെ വീട്ടിലുള്ളതിനെ തന്നെ നമ്മൾ കൊമ്പ് മുറിച്ചിട്ട് പിടിപ്പിച്ചെടുക്കണമല്ല. എന്ന് വെച്ചാൽ മുളക് നടാന്ന് ഓർത്തിട്ട് മുളക് ഇപ്പം നമുക്കൊന്നും ഉണ്ടായി കിട്ടിയില്ല. അങ്ങനെ എന്താണെന്ന് മുളക് ഉണ്ടാവണില്ല. അങ്ങനെ ഞാൻ കുറ്റിമുല്ല നടാന്ന് ഓർത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ.
എന്തെങ്കിലും ചെയ്യാണ്ട് എങ്ങനെയാണ് നമ്മൾ വെറുതെ സമയം കളയേണ്ട കാര്യമില്ലല്ലോ. ഇത് രാവിലെയുള്ള നേരം കേട്ടോ. രാവിലെ ഇത് മോനാണ് വീഡിയോ എടുത്തിട്ട് അവനാണ് എടുത്തുകൊണ്ട് തന്നെ കേട്ടോ. അവനാണ് വീഡിയോ എടുത്ത് തന്നത്, അവൻ കൊണ്ടുവന്ന് വെക്കണേണത്. അങ്ങനെ കുറ്റുമുല്ലയുടെ ഏകദേശം കുറച്ച് പണികളൊക്കെ കഴിഞ്ഞാണ്. ഇതാണ് ആ ചെത്തി ഞാൻ പറഞ്ഞത്, ചെത്തി എന്ന് പറഞ്ഞത്. അതേ സൈഡിലിരിക്കണം, അതാണ് ചെത്തി. നമുക്ക് സാധാ ചെത്തിയാണത്. പക്ഷേ അതിൻ്റെ പൂവ് ഇങ്ങനെ നല്ല തിക്കായിട്ട് നിൽക്കുന്നുണ്ട്, നല്ല ഭംഗിയാണ്. അവളുടെ വീട്ടിൽ അത് നിലത്താണ്ട് വെച്ചേക്കണത്. നിലത്ത് വെക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല, പ്രത്യേകിച്ചൊരു വളർച്ച ഉണ്ടാവും നിലത്ത് വെക്കുമ്പോൾ. അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞത് ഒപ്പം വെട്ടി നിർത്താൻ പറഞ്ഞ ഒപ്പം വെട്ടി നിർത്തുമ്പോഴുള്ള ഭംഗി ഉണ്ടാവണത്. വാക്ക് നേരില്ലെന്ന് തോന്നി. അപ്പോൾ അവൾ പറയുന്നുണ്ട് ഒപ്പം വെട്ടി നിർത്തണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരുവിധം ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ അടുത്ത വീഡിയോ ഇട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.